ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനേ ഇവിടെ സമയമുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പച്ചക്കറിയാണ് ഇവിടെ കൂടുതൽ കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് മീനൊന്നും ഇവിടെ കിട്ടില്ല. അപ്പം എന്നും പച്ചക്കറികളെ കൊണ്ട് പല പല പരീക്ഷണങ്ങളാണ്. അപ്പം ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. പരീക്ഷണം അല്ല, ഞാൻ അതിന് മുന്നേ വെച്ചിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്ക എല്ലാവരും കഴിക്കുന്നതായിരിക്കും, പച്ചക്കറി കഴിക്കുന്നവരൊക്കെ നമ്മൾ പലതരത്തിൽ കറി വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ട് എന്താ പറയുക വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പീനൊക്കെ പോവാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഹാഫ് തക്കാളി, ഹാഫ് ആക്കിയതിന് കാരണം വലിയ തക്കാളിയാണ്. അപ്പോൾ വലിയ തക്കാളീൻ്റെ ആവശ്യമില്ല. ചെറിയൊരു തക്കാളിയാണെങ്കിൽ ചെറുത് നിങ്ങൾക്ക് ഒന്നിടാം കേട്ടോ. ഞാൻ ഹാഫാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിന് മുന്നേ നമ്മൾ ഒരു ചെറുനാരങ്ങേൻ്റെയോ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക വേവാനുള്ള വേവുന്നതിനുള്ള സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരുപാടൊന്നും വേവിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് വരുമ്പോൾ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ പുളിയുടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ ഒന്ന് നമ്മളിത് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒഴിച്ചുകറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ട് കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ല ടൈറ്റ് ആകുമ്പോഴാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അവസാനം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, പിന്നെ കറിവേപ്പിലയും കുറച്ച് ഉലുവയും കൂടെ ഇടണം. ഇത് മസ്റ്റാണ് ഉലുവ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾ എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം.